നമസ്കാരം. അല്പവസ്ത്ര പരാമർശത്തിൽ ക്ഷമ ചോദിക്കുന്നുവെന്ന് പാലക്കാട് എം പി വി.കെ. ശ്രീകണ്ഠൻ അതിവേഗം പ്രതികരിച്ചത് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ച ഈ പരാമർശം പിൻവലിക്കുന്നതായും ശ്രീകണ്ഠൻ പറഞ്ഞു. കെ.പി.സി.സിയും ശ്രീകണ്ഠനെ അതൃപ്തി അറിയിച്ചിരുന്നു. ഇരകളെ കോൺഗ്രസ് അപമാനിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഇ.ഡി. സതീശൻ പറഞ്ഞിരുന്നു. ഇതിന്റെ ലംഘനമായിരുന്നു ശ്രീകണ്ഠന്റെ പ്രസ്താവന. ഈ സാഹചര്യത്തിലാണ് അതിവേഗ ക്ഷമാപണം ശ്രീകണ്ഠൻ നടത്തുന്നത്. വി.ഡി. സതീശൻ അതിശക്തമായ നിലപാട് ശ്രീകണ്ഠനെതിരെ എടുത്തുവെന്നാണ് സൂചന. മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയാണ് ശ്രീകണ്ഠന്റെ ഖേദപ്രകടനം. പരാതിക്കാരിയെ അധിക്ഷേപിച്ചിട്ടില്ലെന്നും പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി വളച്ചൊടിച്ചുവെന്നും ശ്രീകണ്ഠൻ എം പി പറഞ്ഞു. പരാതി പറയുന്നവരെ ആക്ഷേപിക്കുന്നത് കോൺഗ്രസ് ശൈലിയല്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെള്ളപൂശിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പറഞ്ഞത് തെറ്റായി തോന്നിയെങ്കിൽ പിൻവലിക്കുന്നുവെന്നും സ്ത്രീയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും വി.കെ. ശ്രീകണ്ഠൻ വിശദീകരിച്ചു. വ്യാപക വിമർശനത്തെ തുടർന്നാണ് ശ്രീകണ്ഠൻ പ്രസ്താവന പിൻവലിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് വി.കെ. ശ്രീകണ്ഠൻ ആദ്യം സ്വീകരിച്ചത്. രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നും എല്ലാം പുകമറയാണെന്നുമായിരുന്നു ശ്രീകണ്ഠന്റെ ആദ്യ പ്രതികരണം. രാഹുലിനെതിരെ ആരോപണങ്ങൾ പറയുന്നവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം അന്വേഷിക്കണമെന്നും അവർ എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെടുന്നില്ലെന്നുമായിരുന്നു എം.പിയുടെ ചോദ്യം. പരാതി ഉന്നയിച്ച സ്ത്രീകളെയും വി.കെ. ശ്രീകണ്ഠൻ അപമാനിച്ചിരുന്നു. അല്പവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നുമായിരുന്നു വി.കെ. ശ്രീകണ്ഠൻ ചോദിച്ചിരുന്നത്. അതേസമയം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയം രാജിവെച്ചതാണെന്ന വാദത്തെ ശ്രീകണ്ഠൻ തള്ളുകയും ചെയ്തു. പാർട്ടി പറഞ്ഞത് പ്രകാരമാണ് രാജിവെച്ചതെന്നും എം.എൽ.എ. സ്ഥാനം ഒഴിയേണ്ട സാഹചര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാണെന്ന് ആരോപിച്ച് പരാതിക്കാരിയെ അപമാനിച്ച വി.കെ. ശ്രീകണ്ഠൻ എം.പിയുടെ കടന്നാക്രമണത്തിന് പിന്നിൽ രഹസ്യ അജണ്ടയുണ്ടോ എന്ന ചോദ്യവും ഉയർന്നിരുന്നു. ഇരകളെ പ്രകോപിപ്പിച്ച് പരാതി പോലീസിലെത്തിക്കാനുള്ള തന്ത്രമാണിതെന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം കരുതുന്നു. വിവാദങ്ങളോട് എന്നും സംയമനം പാലിക്കുന്ന നേതാവ് കൂടിയാണ് ശ്രീകണ്ഠൻ. എന്നാൽ പരിധി ലംഘിച്ചാണ് മാങ്കൂട്ടത്തിലിനെ കുറ്റപ്പെടുത്തിയവരെ കളിയാക്കിയത്. പോലീസിൽ പരാതി എത്തിയാൽ രാഹുലിനെതിരെ കേസ് വരും. ഇത് പ്രതിസന്ധിയാകും. ഇതിനുവേണ്ടിയുള്ള നീക്കമാണ് ശ്രീകണ്ഠൻ്റെതെന്ന് കരുതിയവരും ഉണ്ട്. അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നായിരുന്നു എം.പിയുടെ ചോദ്യം. ചാറ്റുകളുണ്ട്, പലരുടെയും വെളിപ്പെടുത്തലുകളുണ്ട്. പക്ഷേ അവരാരും പരാതിക്കാരല്ലോ. ഏതെങ്കിലും സ്റ്റേഷനിൽ പരാതി കൊടുത്തോ? ആരോപണം ഉന്നയിച്ച വ്യക്തി പോലും രേഖാമൂലം പരാതി നൽകിയിട്ടില്ല. രാഹുലിൻ്റെ ഓഡിയോ ആണെന്ന് പറയാൻ നിങ്ങൾ ആരാണ്? ഫോറൻസിക് വിദഗ്ധരോ? വീഡിയോ പോലും ഇക്കാലത്ത് ഇറക്കാമല്ലോ. ഇപ്പോൾ പുറത്തു വന്ന കാര്യങ്ങൾ ഓരോരുത്തരുടെ വെളിപ്പെടുത്തലാണല്ലോ. ഓരോ മീഡിയയിൽ പറഞ്ഞതാണ്. അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം പുറത്തു വന്നിട്ടില്ല. ഗൂഢാലോചനയുണ്ടോ എന്നറിയില്ല. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞവർ അർദ്ധവസ്ത്രം ധരിച്ചുള്ള ഫോട്ടോകൾ വന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? ആരുണ്ട്, എന്തുണ്ടെന്നൊക്കെ അന്വേഷിച്ചാൽ സത്യം പുറത്തു വരുമെന്നുമായിരുന്നു ശ്രീകണ്ഠൻ്റെ വിവാദ പരാമർശം. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ശ്രീകണ്ഠൻ ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. മാങ്കൂട്ടത്തിൻ്റെ മത്സര സാധ്യത എല്ലാ അർത്ഥത്തിലും അടപ്പിക്കാൻ കേസ് അനിവാര്യതയാണെന്ന വാദം ശക്തമാണ്. ഇതിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള പ്രകോപനമാണ് ശ്രീകണ്ഠൻ്റെതെന്ന് മാങ്കൂട്ടത്തിൽ ക്യാമ്പ് വിലയിരുത്തുന്നുണ്ട്. രാഹുലിനെതിരെ സംഘടനയ്ക്കുള്ളിൽ തന്നെ വികാരം ശക്തമായിരുന്നു. എന്നാൽ ഷാഫിയെ പിണക്കണ്ടെന്ന് കരുതി പലരും മൗനം പാലിക്കായിരുന്നു. എന്നാൽ സ്വയം തീർത്ത കുഴിയിൽ ചാടുകയാണ് രാഹുൽ ഒടുവിൽ. സൈബിടത്തിൽ ഇടതിനെ നിരന്തരം പൊളിച്ചെടുക്കുന്നതും മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തെയും നിർദാക്ഷിണ്യം ചാനൽ ചർച്ചകളിൽ വിമർശിക്കുന്നതുമെല്ലാം രാഹുലിന് തിരിച്ചടിയായി മാറുകയാണിപ്പോൾ. അവസരം കാത്തിരുന്ന ഇടതുപക്ഷത്തിന്റെ കെണിയിൽ ശരിക്കും രാഹുൽ വീണു. ഇതോടെ ഇപ്പോൾ രക്ഷകരെല്ലാം കൈവിട്ട അവസ്ഥയിലും കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ.